ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ്. പക്ഷെ അങ്ങോട്ട് തുടങ്ങി കിട്ടാൻ പറ്റുന്നില്ല. ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് നടക്കുന്നില്ല. ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ക്ഷീണവും മടിയൊക്കെ വരുന്നു. ഈ പറയുന്ന ഡയലോഗ്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ പേര് ഹസ്ന. ഐ എം എ ലൈസൻസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടും പറയാറൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ്. മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ? എങ്ങനെയാണ് ഒരാൾ മോട്ടിവേറ്റഡ് ആവുന്നത്? മോട്ടിവേഷനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ കുറച്ച് ചോദ്യോത്തരങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം എന്താണ് മോട്ടിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റേണൽ ഡ്രൈവ്, ഒരു ഇന്നർ എനർജിയാണ് ശരിക്കും പറഞ്ഞ മോട്ടിവേഷൻ എന്നുള്ളത്. പലപ്പോഴും പല ആൾക്കാർ അത് വിൽ പവർ, ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പക്ഷെ അതല്ല. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇന്റേണലി തോന്നിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഒരു റെഡിനെസ് ആണ് മോട്ടിവേഷൻ എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ആളുകളിൽ അതിൽ യെസ്, തീർച്ചയായിട്ടും പല ആൾക്കാർക്കും പല ലെവലിലായിരിക്കും മോട്ടിവേഷൻ ഉണ്ടാവുക. അത് ചിലരിൽ ഫ്ലക്ച്വേറ്റഡ് ആവും. അതിൻ്റെ പല റീസൺസും ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റേണലി തോന്നുന്ന ഒരു എനർജി ആണല്ലോ. അപ്പം അത് ആ ഒരു വ്യക്തിയുടെ മേ ബി ആ സമയത്തുള്ള എനർജി ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം, അവർക്ക് ആ സമയത്തുള്ള മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം, അവരുടെ ചുറ്റുപാടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. അതേപോലെ തന്നെ അവർക്ക് അവരെ പറ്റിയിട്ടുള്ള ഒരു ബിലീഫ്സ്, സെൽഫായിട്ടുള്ള അവരെ പറ്റിയിട്ടുള്ള ബിലീഫ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പല ആൾക്കാരും പല രീതിയിൽ മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഇപ്പം മേ ബി എത്ര ഇപ്പം പുഷ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പക്ഷേ മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ കേസസിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ടുള്ള റീസൺസ് ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ മേ ബി അവർക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. മേ ബി ഡിപ്രഷൻ, ആങ്സൈറ്റി അല്ലെങ്കിൽ ADHD തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടായേക്കാം. ചില ആളുകളിൽ ഇപ്പം വളരെ കാലമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നത്, ക്രോണിക് സ്ട്രെസ് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ബേൺഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന, ട്രൊമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് കടന്നു വന്നിട്ടുള്ള ആൾക്കാർ, ഈ പറയുന്ന സിറ്റുവേഷൻസിലും ആളുകൾക്ക് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരിക്കും. ബിക്കോസ് അവരുടെ ഒരു ഇന്റേണൽ സിസ്റ്റം അല്ലെങ്കിൽ മൈൻഡ് ആൻഡ് ബോഡി എന്നുള്ളത് കുറച്ചൊരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോമിലായിരിക്കാം. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പുറത്തുനിന്നുള്ള മേ ബി മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നതോ അല്ലെങ്കിൽ ആൾക്കാർ ജസ്റ്റ് പുഷ് ചെയ്യുന്നതൊന്നും അവർക്ക് അത് എടുക്കാനുള്ള ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കുറച്ചും കൂടെ അത് നമ്മൾ എന്താണ് റീസൺ തിരിച്ചറിഞ്ഞ് അത് മാറ്റുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ചില ആളുകളിൽ ഇപ്പോൾ ഭയങ്കര ഫിയർ ഓഫ് ഫെയിലിയർ, ഞാൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കൊളാവോ എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ഭയങ്കര ചെയ്താൽ നന്നായിട്ടില്ലെങ്കിൽ ഭയങ്കര നാണക്കേടാവോ, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലോ എന്ന് തുടങ്ങിയിട്ടുള്ള ബിലീഫ്സും ആളുകൾക്കുണ്ടെങ്കിൽ ഇതും പലപ്പോഴും മോട്ടിവേറ്റഡ് ആവാൻ തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ മോട്ടിവേറ്റഡ് ആയിരിക്കുന്നതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ വേണമെങ്കിൽ എനിക്ക് വേണ്ട ചില ചില ഘടകങ്ങളുണ്ട് അവിടെ. ഓക്കെ, ആ ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാമതെന്ന് പറയുന്നത് നമുക്കൊരു സെൻസ് ഓഫ് ഓട്ടോണമി, അതായത് ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് എന്നൊക്കെ പറയില്ലേ. അപ്പം എനിക്കിപ്പോൾ ഒരു വർക്കൗട്ടിന് പോകണമെങ്കിൽ മേ ബി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ചൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട റുട്ടീന് ചൂസ് ചെയ്യാൻ പറ്റുക. ആരെങ്കിലും പറഞ്ഞ് പ്രഷർ ചെയ്ത് ഇന്ന സ്ഥലത്ത് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഒരു ചോയ്സിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അതാണ് സെൻസ് ഓഫ് ഓട്ടോണമി എന്ന് പറയുന്നത്. ഇപ്പോൾ മേ ബി നമ്മൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പം അവരിപ്പോൾ ഒരു ഹോംവർക്ക് ചെയ്യാൻ ഇരിക്കുമ്പം ഫുള്ള് ടൈം ടേബിൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് അവർക്കൊരു ചോയ്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഇപ്പോൾ പഠിക്കാൻ തോന്നുന്നത്, ഏത് സിറ്റുവേഷനിൽ. ഈവൻ ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു പ്രോജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടെ ഒരു ചോയ്സ് കൊടുക്കുക. ഈ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വർക്ക്. സോ നമുക്കവിടെ ഒരു ചോയ്സ് ഉള്ള സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാൻ കുറച്ചും കൂടെ മോട്ടിവേഷൻ ഉണ്ടാവും. അതാണ് സെൻസ് ഓഫ് ഓട്ടോണമി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സെൻസ് ഓഫ് കോമ്പറ്റൻസ് എന്ന് പറയും. അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മളതിൽ കേപ്പബിൾ ആണ് എന്ന് നമുക്ക് തോന്നുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ട് കാര്യമാണ്. ഇപ്പം നമുക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
മോട്ടിവേറ്റഡ് ആവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അതല്ല നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, ചെയ്ത് തുടങ്ങാൻ പറ്റും എന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു കാര്യം ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡ്രൈവിങ് തുടങ്ങുകയാണ്, നമ്മൾ കുഴപ്പമില്ലാണ്ട് നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനത് ബെറ്റർ ആക്കാനുള്ള ഒരു മോട്ടിവേഷൻ വന്നേക്കാം. അതേപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരാൾ ചെറിയൊരു ടീം മെമ്പർ മീറ്റിംഗ് ഒക്കെ കൂടാൻ പറ്റി, അയാൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റി, സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ടൈം അയാൾക്ക് ആ മീറ്റിംഗ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വർക്കൗട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ചെറിയ ചെറിയ വെയിറ്റ് ഒക്കെ എടുത്തു, അങ്ങനത്തെ ഒരു നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുടങ്ങാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഫോളോ ചെയ്യാനുള്ള മോട്ടിവേഷൻ നമുക്ക് കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ലെവലിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്, അത് നമ്മൾ മോട്ടിവേഷനിലേക്ക് വീണ്ടും അത് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹാവിങ് സം കോമ്പറ്റൻസ് ഓർ എബിലിറ്റി ടു ഡു സംതിങ് ക്യാൻ ലീഡ് ടു റിവാർഡ്സ്. ആ റിവാർഡ് എന്നുള്ളത് ക്യാൻ ബി ഈവൻ മോർ മോട്ടിവേറ്റിംഗ്. അതാണ് സെൻസ് ഓഫ് കോമ്പറ്റൻസ്. അതുപോലെ മൂന്നാമത്തെ ഫാക്ടറാണ് സെൻസ് ഓഫ് റിലേറ്റഡ്നെസ് അല്ലെങ്കിൽ കണക്റ്റഡ്നെസ് എന്നുള്ളത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ വേണം, അതായത് നമ്മളിത് ചെയ്യുമ്പോൾ അത് വാല്യൂ ചെയ്യുന്ന, അത് കാണുന്ന, അത് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇതിൽ ഒരു വേറൊരു ഘടകമാണ്. അതായത് ഇപ്പം നമുക്കിപ്പോൾ വർക്കൗട്ടിന് പോകുമ്പോൾ നമുക്കൊരു വർക്കൗട്ട് ബഡ്ഡി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് മേബി കുക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളായിരിക്കാം, അവർ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയ ഒരു സാധനം ഒരാൾ വന്ന് കഴിച്ച് ഇഷ്ടമാവുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൂടുതലായി. ബിക്കോസ് നമുക്ക് അതിനൊരു അപ്രീഷിയേഷൻ നമുക്കുണ്ട്, അതിനൊരു റിവാർഡ് നമുക്കുണ്ട്. അപ്പം ആളുകളായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഫാക്ടറും ഒരാളെ മോട്ടിവേറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള, നമ്മുടെ ചോയ്സിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുക, നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കേപ്പബിലിറ്റി, ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുക. അത് ചെയ്തു കഴിഞ്ഞാൽ അത് കാണാനും, അല്ലെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യാനും, അത് വാല്യൂ ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ളൊരു ഫാക്ടേഴ്സ്, ഒരു എൻവയോൺമെന്റ് നമുക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കത് നമ്മൾ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയിരിക്കും. ഒരാൾ മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 3 ഘടകങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇന്റേണലി ഒരാൾ മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചോയ്സ് ആയിരിക്കണം, ഓക്കെ ഞാൻ ഈ കാര്യം ചെയ്യാം, ഈ ഒരു വർക്ക്ഔട്ട് റൂട്ടീൻ ഞാൻ ചൂസ് ചെയ്യാം, ഈ ഒരു ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കരിയർ ഞാൻ ചൂസ് ചെയ്യാം എന്നുള്ള നമ്മുടെ ഒരു ചോയ്സിലായിരിക്കണം അത് നടത്തേണ്ടത്. പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഇന്റേണൽ മോട്ടിവേഷൻ വരണമെങ്കിൽ അതിനൊരു വാല്യൂ അല്ലെ, അതിനൊരു ആവശ്യകത നമുക്ക് എപ്പോഴും അതിലൊരു ക്ലാരിറ്റി വേണമെന്നുള്ളതാണ്. അതായത് ഞാനിപ്പോ എന്തിനാ വർക്ക്ഔട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ആരെങ്കിലും പറഞ്ഞുകൊണ്ടാണോ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്, അതല്ല എനിക്ക് ശരിക്കും ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കുള്ളൊരു വൈ ആർ വി ഡൂയിങ് ദിസ് എന്നുള്ള ആ ഒരു ചോദ്യത്തിലുള്ള ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് എന്നുള്ളതിന് പകരം യു ഹാവ് ടു ഫൈൻഡ് എ റീസൺ ഓൺ വൈ വി ആർ ഡൂയിങ് ഇറ്റ്. അത് ഇമ്പോർട്ടന്റ് ഫാക്ടർ. രണ്ടെന്നുള്ളത് നമുക്ക് ഏതൊരു കാര്യത്തിനും നമ്മളൊരു സ്ട്രക്ചർ, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ള യൂസ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഞാൻ ചുമ്മാ ജിമ്മിന് പോവാം എന്ന് പറയുന്നതിനേക്കാളും അത് കുറച്ച് സ്പെസിഫിക് ആയിട്ട്, ഓക്കെ മേബി ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ ഒരു ജിമ്മിൽ പോവാം, അവിടെ ഇന്ന ടൈമിങ്സിലാണ്, ഈ ഒരു സമയത്തേക്ക് ഞാൻ പോവാം, മേബി ഈ ആഴ്ചയിൽ 3 ദിവസം ഇതിനു വേണ്ടി പോവാം എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇതിന് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഡിസ്ട്രാക്റ്റഡ് ആയി മാറാനും, അതിന്ന് ചിലപ്പോൾ നമുക്ക് അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ഇതിലൊരു വേറെ ഘടകമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇഫ് ദെൻ സിറ്റുവേഷൻസ് കാണുക എന്ന് പറയും. അതായത് ഇപ്പം ഓക്കെ ഞാനിപ്പോൾ എനിക്ക് രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ജിമ്മിന് പോകുന്നത്. അപ്പം നമ്മൾ ഇഫ് ഞാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ദെൻ ഞാൻ ചിലപ്പോൾ ഈവനിങ് സ്ലോട്ടിലേക്ക് ഞാൻ പോവാം. നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് അഥവാ എന്തെങ്കിലും അൺസർട്ടനിറ്റി ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് മുൻകൂറായി കണ്ടിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഈ കാരണങ്ങൾ കാരണം നമ്മൾ അൺമോട്ടിവേറ്റഡ് ആവില്ല. സോ അതാണ് ഒരു കാര്യം. വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം ഞാൻ വർക്കൗട്ടിൻ്റെ എക്സാമ്പിൾ തന്നെ വെച്ച് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പം നമുക്ക് രാവിലെ ജിമ്മുണ്ട്, എണീക്കാൻ തീരെ തോന്നുന്നില്ലെങ്കിൽ ഒന്ന് നമ്മൾ ലൈഫ് ദെൻ സിറ്റുവേഷൻ, അതായത് ഞാൻ എത്ര മണിക്ക് എണീറ്റ് കഴിഞ്ഞാലും ഞാൻ പോകും എന്നുള്ളൊരു ഓപ്ഷൻ വയ്ക്കുക. അതേപോലെ തന്നെ മേ ബി ഞാനൊരു 5 മിനിറ്റിലേക്കെങ്കിലും ഒന്ന് പോവാം. ഇനി ആ 5 മിനിറ്റിലേക്ക് പോകാമെന്നുള്ളതും ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് മുന്നോട്ട് മേ ബി ഞാൻ ജസ്റ്റ് ജിം ക്ലോത്ത്സ് എടുത്തിട്ട് ഇപ്പോൾ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് വണ്ടിയിൽ കയറിയിട്ട് ഇരിക്കാം.
സോ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും ചെയ്യാന്നുള്ളതാണ്. സ്റ്റാർട്ട് സംതിങ് സ്മോൾ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ചെറിയ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ബാക്കി ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവിടെ കൂടുതലായിരിക്കും. അപ്പം സ്റ്റാർട്ട് വിത്ത് സംതിങ്, മേ ബി ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ് ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങി വെക്കുക എന്നുള്ള ഒരു കാര്യം അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും മോട്ടിവേഷനിലെ ആൾക്കാർ വിചാരിക്കും നമ്മൾ മോട്ടിവേഷൻ വന്നിട്ട് ഒരു ആക്ഷൻ ചെയ്യാമെന്നാണ് പലപ്പോഴും ആൾക്കാർ വിചാരിക്കുക. പക്ഷേ അതങ്ങനെയല്ല. പല സമയങ്ങളിലും ആക്ഷൻ ലീഡ്സ് ടു മോട്ടിവേഷൻ എന്നാണ്. നമ്മളൊരു ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് നമുക്കതിനുള്ള മോട്ടിവേഷൻ ആക്ച്വലി കിട്ടി തുടങ്ങും. അപ്പം ഡു സംതിങ്, ലൈക്ക് സ്റ്റാർട്ട് വിത്ത് സംതിങ് എന്നുള്ളത് ഒരു ഐഡിയയാണ്. ഇപ്പോൾ എന്തിലും നമുക്കത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്കൊരു വലിയൊരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, നമുക്കത് ഫുള്ള് എല്ലാം പ്ലാൻ ചെയ്താക്കുന്നതിനേക്കാളും ഓക്കെ മേ ബി ഞാൻ ജസ്റ്റ് ഒന്ന് ലാപ്ടോപ്പ് തുടങ്ങിയിട്ട് അതിൽ സ്റ്റാർട്ട് ടൈപ്പിംഗ് ലൈക്ക് സംതിങ് ഔട്ട്, യുനോ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളത്. അടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കാൻ വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സെയിം ഇതിൽ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് മേ ബി ജിം ക്ലോത്ത്സ് എല്ലാം വാങ്ങിച്ചിട്ട് സെറ്റാക്കി വെക്കുക, അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഇതെടുത്ത് വയ്ക്കുക. നമുക്ക് മേ ബി മെമ്പർഷിപ്പ് കാർഡ് വേണമെങ്കിൽ അത് മുന്നിൽ വയ്ക്കുക, യുനോ വേണ്ടിയിട്ടുള്ള ഷൂസും കാര്യം. സോ അവിടെ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഈസിയർ ആയിട്ട് ആ ഒരു സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആ ഒരു എൻവയോൺമെൻറ്റ് എന്നുള്ള ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ ഒരു നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് കണക്കാക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് അതിൽ ആഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഭയങ്കര സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങി വെക്കാൻ പറ്റുന്ന ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഇതൊക്കെ എത്ര പുഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇൻറ്റേർണലി കുറച്ച് ബ്ലോക്സ് ഉണ്ട്. അതായത് മേ ബി നമ്മുടെ പെർഫെക്ഷനിസം ആയിരിക്കാം അതിൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്കുള്ളിലൊരു പേടി ഉണ്ടാവും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാവും, അല്ലെങ്കിൽ നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസിന് നമ്മൾ സ്റ്റക്കായിരിക്കും. ഈ പറഞ്ഞ പോലെ അണ്ടർലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മളിനി റൂൾ ഔട്ട് ചെയ്യണം, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതാണ് ഒട്ടും നമുക്ക് മോട്ടിവേറ്റ് ആവാൻ പറ്റില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു അടുത്ത ഓപ്ഷൻ എന്നുള്ളത്. സോ ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്നുള്ളത്. നിങ്ങളുടെ തോട്ട്സും ഫീഡ്ബാക്കും ഈ പറയുന്ന ടിപ്സും സ്ട്രാറ്റജീസും നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന സെറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് പറ്റുന്ന പോലെ അതിൽ പറഞ്ഞ പോലെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് അത് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.